Hi, dear students. Once again, welcome all to our new class, Geographical Features of Kerala. We have already discussed in detail about the geographical features in the previous classes. We have got an idea about the topology of Kerala, highland, middle land and lowland, about the passes of Kerala and their historical and cultural importance, the rivers of Kerala, the nature and importance of rivers, and so on. Today, under this heading, Geographical Features of Kerala, we are going to understand a new part, the lagoons of Kerala and the nature of monsoon in Kerala. First, we have to understand about lagoons. You may or may not be familiar with this term, lagoon. What is lagoon? Have you heard this term anywhere? കേട്ടിട്ടുണ്ടാവും ലഗൂണുകൾ, കായലുകൾ, ലൈക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ കായലുകളാണ് നമുക്ക് ഈ ഒരു ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. As we have understood earlier, Kerala is a geographical region with a variety of items. It is rich with mountains, rich with paddy fields, rich with coastal areas, ports, natural ports, rivers, and rich with lagoons. ചെറിയൊരു ഭൂപ്രദേശമായ കേരളം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഭൂമിശാസ്ത്രപരമായി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. കുന്നുകൾ, സമതലങ്ങൾ, വയലോലകൾ, തടാകങ്ങൾ, കായലുകൾ, ജലപ്പരപ്പുകൾ, നദികൾ, ഇങ്ങനെ പലതരം ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമാണ്. ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രത്യേകതയാണ് ലഗൂണുകൾ, തടാകങ്ങൾ അല്ലെങ്കിൽ കായലുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. Here we are not going to the detail of each and every lakes of Kerala, as it is not our matter of concern. But we are going to understand the major lagoons and their importance. In Kerala, there are 34 lagoons, out of which 27 are linked with or connected with sea coast. 27 എണ്ണമാണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. The rest of them are inland water bodies, ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 34 എണ്ണം നദിയുമായി കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി അവ ഉപ്പ് കലർന്ന ജലമുള്ള തടാകങ്ങളാണ്. ബാക്കിയുള്ളതാണ്
കേരളത്തിലെ ശുദ്ധ ജല തടാകങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഉപ്പ് കലർന്ന ജലം ഇല്ലാത്ത തടാകങ്ങൾ. ഇതിൽ 34 സീ കോസ്റ്റിൽ കിടക്കുന്ന തടാകങ്ങളിൽ അധികവും മഴക്കാലത്ത് ശുദ്ധജലവും വേനൽക്കാലത്ത് ഉപ്പു വെള്ളവും ഉണ്ടാകുന്ന തടാകങ്ങളാണ്. കാരണം നമുക്കറിയാം, മഴക്കാലത്ത് തടാകങ്ങളിൽ നിന്ന് കടലിലേക്കാണ് ജലം ഒഴുകുന്നത്. സ്വാഭാവികമായി തടാകത്തിൽ ശുദ്ധജലം ലഭ്യമാണ്. എന്നാൽ വേനൽക്കാലത്ത് തിരിച്ച് കടലിൽ നിന്ന് കായലിലേക്ക് ജലം കയറുന്നത് കൊണ്ട് അവ ഉപ്പ് ഉള്ള തടാകങ്ങൾ ആയിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടാകം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലഗൂൺ ഇൻ കേരള ഈസ് വേമ്പനാട്. വേമ്പനാട് ലേക്ക്, വേമ്പനാടിലെ കായൽ, വേമ്പനാട്ടു കായൽ എന്നറിയപ്പെടുന്ന, ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലേക്ക് ഇൻ കേരള ആൻഡ് ദ ബിഗ്ഗസ്റ്റ് വൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെയും കൂടെ ബിഗ്ഗസ്റ്റ് വൺ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൊച്ചി കായൽ, കൊച്ചി ലേക്ക് ഓർ പുന്നമട ലേക്ക്, പുന്നമടക്കായൽ. ഈ ഒരു തടാകം കേരളത്തിലെ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന തടാകമാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ. There are several islands in Vembanadu Lake, like Vaipin, Vallarpadam, Padiramanal, Wellington. കായല്, വേമ്പനാട്ട് കായൽ, നമ്മൾ നേരത്തെ നദികളെക്കുറിച്ച് പഠിച്ച സമയത്ത് പെരിയാർ, പമ്പ അല്ലെ, ഈ 2 നദികളും വേമ്പനാട്ട് കായൽ പതിക്കുന്ന നദികളാന്ന് പറഞ്ഞു. ഇങ്ങനെ പല നദികളും ചെന്ന് പതിക്കുന്നത് കായലുകളിലാണ്. കായലിൽ നിന്നാണ് പിന്നെ കടലുമായി ചേരുന്നത്. ഇവിടെ വേമ്പനാട്ട് കായൽ കടലുമായി ചേരുന്ന ഭാഗത്താണ് കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്നത്, കൊച്ചി തുറമുഖം. Among these islands, Padiramanal is the biggest natural island in Kerala. Then Wellington Island is the man-made island. മനുഷ്യനിർമ്മിതമായ ഐലൻഡാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. വൈപ്പിൻ ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഐലൻഡ് ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനതാമസമുള്ള ഐലൻഡാണ് ഈ ഐലൻഡ് എന്ന് പറയുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ മറ്റു 2 പ്രത്യേകതകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ തണ്ണീർമുക്കം ബണ്ട് കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ബണ്ട്, അതുപോലെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടി കെട്ടിയ ഒരു തടയണുണ്ട്. അതിനെ തോട്ടപ്പള്ളി സ്പിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 2ഉം കിടക്കുന്നത് ഈ ഒരു കായലിൽ ആണ്. ഈ കായലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്നത് ഈ കായലിൽ വെച്ചാണ്. ഇത്രയാണ് വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് പറയാനുള്ള അനദർ ഇമ്പോർട്ടൻ്റ് ലഗൂൺ ഈസ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ
Ashtamudi Lake is known as gateway to the backwaters of Kerala. കേരളത്തിലെ ബാക്ക്വാട്ടേഴ്സിൽ കായലുകളിലെ ഒരു ഗേറ്റ്വേ എന്ന്, പ്രവേശന കവാടം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത് പനയുടെ ആകൃതിയിൽ, ഒരു പന നിൽക്കുന്നത് എങ്ങനെയാണോ ഇങ്ങനെ വന്നിട്ട് ഈ രീതിയിൽ പനയുടെ ആകൃതിയാണ് ഇതിനുള്ളത്. ഇറ്റ് ഈസ് ദ ലേക്ക് സിറ്റുവേറ്റ്സ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്തെയാണ് നീണ്ടകര അഴി എന്നറിയപ്പെടുന്നത്. നീണ്ടകര അഴി, അഴിമുഖം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കടലും കായലും ചേരുന്ന പ്രദേശങ്ങളെയാണ് അഴിമുഖങ്ങൾ എന്നറിയപ്പെടുന്നത്. അഴിമുഖങ്ങൾ മത്സ്യ സമ്പന്നമായ പ്രദേശമാണ്. മത്സ്യങ്ങൾ അവരുടെ പ്രജനന കാലത്ത് മുട്ടയിടാൻ വേണ്ടി വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ചാകര ലഭിക്കാറുണ്ട് എന്ന് നമ്മൾ സീ കോസ്റ്റുമായി ബന്ധപ്പെട്ട് വിവരിച്ചതാണ്. ഇവിടെ അഷ്ടമുടി കായലും അറബിക്കടലും ചേരുന്ന സ്ഥലത്തെയാണ് നീണ്ടകര അഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലേക്ക് പതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് കല്ലടയാർ. കല്ലടയാർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിവർ ദാറ്റ് ജോയിൻസ് ടു അഷ്ടമുടി കായൽ. ഇതുകൂടാതെ ഉള്ള മറ്റു ചില കായലുകളുടെ പേരുകൂടെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാണ് ബിയ്യം കായൽ, മലപ്പുറം ഡിസ്ട്രിക്റ്റില് ബിയ്യം കായൽ. മൂരിയാട് കായൽ, തൃശൂർ. ഉപ്പള കായൽ, കാസർഗോഡ്. So these are other important lakes in Kerala. Another important lake is Shastangkota Kayal. This is an important lake which we have to mention. Shastangkota. Shastangkota is the lake with a F shape. F ഷേപ്പിൽ, ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ F ഷേപ്പിലാണ് ഈ ഒരു ഇത് കിടക്കുന്നത്. സിറ്റുവേറ്റ്സ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. ഈ ഒരു കായൽ, ശാസ്താംകോട്ട കായലാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഇതിന് കായലുകളുടെ രാജ്ഞി എന്ന ഒരു വിളിപ്പേര് കൂടെ ഉണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് കായലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. Now we are going to understand what are the importance of lagoons in Kerala. The lagoons in Kerala helped for the development of port cities. കേരളത്തിലെ തുറമുഖ നഗരങ്ങൾ വളർന്നു വരുന്നതിന് കേരളത്തെ സഹായിച്ചത് ഈ കായലുകളാണ്. കായലുകൾ ചുറ്റിപ്പറ്റി കായലിന് സമീപത്തുകൂടെയാണ് പല നഗരങ്ങളും. കൊച്ചി നഗരമൊക്കെ നമുക്കറിയാം. നമ്പർ 2, the lagoons help Kerala by providing irrigational facilities for agriculture. ജലസേചന സൗകര്യങ്ങൾ, കൃഷിക്ക് പറ്റിയ ജലസേചന സൗകര്യങ്ങൾ നൽകുന്നു. നമ്പർ 3, the lagoons facilitate for fishing and farming. മത്സ്യബന്ധനത്തിനും അതുപോലെ കൃഷിക്കും സഹായകരമാണ്. കൃഷിക്ക് ഇറിഗേഷണൽ സൗകര്യം ചെയ്യുക എന്നതിനപ്പുറം കായലുകളിൽ ധാരാളം മത്സ്യങ്ങളെ വളർത്തുന്ന കൃഷി, മത്സ്യ കൃഷി, അതുപോലെ കുട്ടനാട്ടിലേക്കൊക്കെ പോയാൽ താറാവ് കൃഷി നമുക്ക് കാണാൻ പറ്റും. ധാരാളം താറാവുകൾ, കൂട്ടം കൂട്ടമായി താറാവുകൾ ഇങ്ങനെ തോണിയിലൊക്കെ അതിനെങ്ങനെ തെളിച്ചു കൊണ്ടുവന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കൃഷിക്കും കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുന്നത് ഈ കായലുകളാണ്. നെക്സ്റ്റ്, ദ ലഗൂൺസ് പ്രൊവൈഡ് എ വെരി ഗുഡ് ഗ്രീൻ നാച്ചുറൽ സെറ്റിങ്സ്. വളരെ നല്ല ഒരു ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗ്രീൻ നാച്ചുറൽ സെറ്റിംഗ് അതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങൾക്ക് മൊത്തം നൽകുന്നു. വളരെ പ്രകൃതി സമ്പന്നമായ, പ്രകൃതിയിലെ പലതരം
സസ്യ ജന്തു വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഇക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനൊക്കെ പുറമെ ദ ലഗൂൺസ് ഹെൽപ്ഡ് കേരള ടു ഡെവലപ്പ് ഇക്കോ ടൂറിസം. കേരളത്തിൽ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തിയുള്ള ടൂറിസം വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് നൽകുന്നു. നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഹൗസ് ബോട്ടുകളും മറ്റുമടങ്ങിയ ടൂറിസം സംവിധാനം ഏറ്റവും കൂടുതൽ വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. അതുവഴി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വളരെ വലിയ സംഭാവന നൽകുന്ന ഒരു പ്രദേശമാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മൺസൂൺ ഓഫ് കേരള. You are familiar with this term. What is monsoon? Monsoon is the term used to denote the rainy season of Kerala. കേരളത്തിലല്ല, ഇന്ത്യയുടെ റെയിനി സീസണെ വിശേഷിപ്പിക്കുന്ന ടേമാണ് മൺസൂൺ എന്ന് പറയുന്നത്. മൺസൂൺ കാറ്റുകൾ ആണ് കേരളത്തിൽ മഴ പെയ്യാൻ കാരണമാവുന്നത്. രണ്ട് തരം കാറ്റുകളാണ്. സോ the monsoon of Kerala can be divided into two. Number one, southwestern monsoon. Number two, northeastern monsoon. Southwestern monsoon is otherwise called as തെക്ക് പടിഞ്ഞാറൻ കാലവർഷം. ഇന്ത്യയുടെ ഭാഗം നോക്കുമ്പോൾ നമുക്കറിയാം ഇത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് വെസ്റ്റേൺ പാർട്ട്, സൗത്തേൺ പാർട്ട്, ഈ ഒരു ഭാഗം അല്ലെ. ഇവിടെ നിന്ന് വീശി അടിക്കുന്ന കാറ്റ് ആണ് സൗത്ത് വെസ്റ്റേൺ മൺസൂൺ എന്നറിയപ്പെടുന്ന. അറബിക്കടലിലെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്ത് നിന്ന്, അല്ലെ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്ത് നിന്ന് വീശിയടിക്കുന്ന കാറ്റാണ് സൗത്ത് വെസ്റ്റേൺ മൺസൂൺ. ഈ കാറ്റ് ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇതിലെ എന്ത് കടന്നു പോകുന്നുണ്ട്? വെസ്റ്റേൺ ഘട്ട് കടന്നു പോകുന്നുണ്ട്. കാറ്റടിക്കുകയും കാറ്റടിക്കുമ്പോൾ സംഭവിക്കുന്നത് ജലകണികകളടങ്ങിയ കാർമേഘങ്ങൾ അല്ലെ, കാർമേഘങ്ങളെ കാറ്റ് നീക്കിക്കൊണ്ടുവരും. ഇവിടെ എത്തുമ്പോൾ വെസ്റ്റേൺ ഘട്ടിലെ പർവ്വതങ്ങളുടെ നേരെ എത്തുമ്പോൾ ഈ പർവ്വതത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ കാർമേഘങ്ങളൊന്ന് ഉയരും. കാർമേഘങ്ങൾ ഉയരുമ്പോൾ മഴ ആയി പതിക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ മഴ നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വെസ്റ്റേൺ ഘട്ട് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെസ്റ്റേൺ ഘട്ട് തകർക്കുന്നതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുന്നത്. പരന്ന പ്രദേശമാണ്, എങ്ങനെ അങ്ങോട്ട് കയറിപ്പോകും. എന്നാൽ അങ്ങനെയല്ല, ഇവിടെ എത്തുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തടഞ്ഞു നിർത്തി കേരളത്തിലേക്ക് സമ്പന്നമായ മഴ നൽകുന്നത് വെസ്റ്റേൺ ഘട്ടാണ്. ഞാൻ പറഞ്ഞു ഇതിനെ കാലവർഷം എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ദ സൗത്ത് വെസ്റ്റേൺ മൺസൂൺ ബിഗിൻസ് ബൈ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ജൂൺ. സാധാരണ ജൂൺ ആദ്യത്തിൽ ആണ് ആരംഭിക്കുന്നത്. ജൂൺ ആദ്യത്തിൽ ആരംഭിക്കുന്ന മഴ എൻഡ്സ് അപ്പ് ബൈ ദ ലാസ്റ്റ് ഓഫ് സെപ്റ്റംബർ. ജൂണിൽ ആരംഭിച്ച് സെപ്റ്റംബർ അവസാനത്തോടെ ആണ് മഴ ഇല്ലാതാവുന്നത്. ഇതിനെ പ്രാദേശികമായി കേരളത്തിൽ ഇടവപ്പാതി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം ഈ മഴ കേരളത്തിലെ മലയാള മാസത്തിലെ ഇടവ മാസത്തിലാണ് ആരംഭിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇതാണ് ഒന്നാമത്തെ മൺസൂൺ. കേരളം സമ്പന്നമാകുന്ന ഭൂപ്രകൃതി പച്ചപ്പ് നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നദികൾക്കൊക്കെ വെള്ളം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മൺസൂൺ. അതിലെ ആദ്യത്തെ വിഭാഗമാണ് സൗത്ത് വെസ്റ്റേൺ മൺസൂൺ. ഇനി ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന
ഇതാണ് നോർത്ത്, നോർത്തും ഇത് ഈസ്റ്റേൺ ഭാഗം. ഈ ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റുണ്ട്. ഇതിനെയാണ് നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ എന്നറിയപ്പെടുന്നത്. ഇത് ഇവിടേക്ക് ഇങ്ങനെ പ്രവേശിച്ച് നമുക്കറിയാം ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ്, തമിഴ്നാടും കർണാടകയൊക്കെ ആണെങ്കിൽ വലിയ കുന്നുകളും പർവ്വതങ്ങളും എല്ലാം പരന്ന പ്രദേശമാണ്. കാറ്റ് നേരെ ഇങ്ങോട്ട് പോരും. അതും വെസ്റ്റേൺ ഘട്ടിലെത്തുമ്പോൾ ഉയരും. അതിൻ്റെയും ഗുണം കിട്ടുന്നത് കേരളത്തിലാണ് മഴ പെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ നോർമലി സ്റ്റാർട്ട് ബൈ ഒക്ടോബർ ആൻഡ് ലാസ്റ്റ് അപ് ടു ഡിസംബർ. ഒക്ടോബറിൽ ആരംഭിച്ച് ഡിസംബറോടെ അവസാനിക്കുന്ന മഴയാണ് നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് തുലാവർഷം. മലയാള കലണ്ടറിലെ തുലാം മാസത്തിൽ ആരംഭിക്കുന്നു എന്നതുകൊണ്ട് തുലാവർഷം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. The general feature of northeastern monsoon is that normally it begins by afternoon. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. Another important feature of this monsoon is that it is accompanied by heavy thunder and lightning. വളരെ വലിയ ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു മഴയിലാണ്. കേരളത്തിലെ മഴ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ജൂണിൽ ആരംഭിക്കുന്ന ഇപ്പം നിൽക്കുന്ന മഴയ്ക്ക് വലിയ ഇടിയും മിന്നലൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ മൺസൂണിനാണ് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത്. ഇത്രയാണ് നമുക്ക് കേരളത്തിലെ മൺസൂണിനെ കുറിച്ച് പറയാനുള്ളത്. കേരളത്തിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ വിശദമായി ഒരു 4-5 പാർട്ടായിക്കൊണ്ട് കേരളത്തിലെ ജോഗ്രഫിയെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ.